ഇന്ന് നമുക്ക് ഓണസദ്യയിലെ ഒരു അടിപൊളി ഐറ്റം ആയിട്ടുള്ള പൈനാപ്പിൾ മത്തങ്ങ പച്ചടി ഉണ്ടാക്കിയാലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സദ്യക്കറികളിൽ ഒന്നാണിത്. ഇത് നമ്മുടെ ഓണം സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡാണ്. എല്ലാവർക്കും ഹോം ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം ഇവിടെ ഞാൻ 200 ഗ്രാം മത്തങ്ങ തൊലിയും കുരുവും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 200 ഗ്രാം പൈനാപ്പിള് തൊലിയും നടുവിലെ കട്ടിയുള്ള ഭാഗവും കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് ഏകദേശം 15 തൊട്ട് 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇനി ഇത് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 3 പച്ചമുളക്, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോഴേക്കും പൈനാപ്പിളും മത്തങ്ങയും നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ട് കുറച്ചു നേരം കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് 2 തൊട്ട് 3 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇനി നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം. ഇനി 1 കപ്പ് തൈര് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷം ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ തൈര് പിരിയാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 വറ്റൽമുളക്, 1 നുള്ളു ഉലുവ, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ മത്തങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മധുരവും പുളിയും ഒക്കെ ബാലൻസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഓണം സദ്യ കറിയാണിത്. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹോം ഡയറീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.